നെക്സ്റ്റ് ലൂമിനസ് ഒബ്ജക്റ്റ്, തിളങ്ങുന്ന വസ്തുക്കൾ. അതായത് മിസ് ഓൾറെഡി പറഞ്ഞു നമ്മൾ മൂണ് തിളങ്ങുന്നില്ല, സണ്ണിൻ്റെ ലൈറ്റ് തട്ടുമ്പോഴാണ് തിളങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ സണ്ണ് എന്ന് പറയുന്നൊരു സ്റ്റാറാണ്, അതുകൊണ്ടാണ് സണ്ണ് തിളങ്ങുന്നത് കേട്ടോ. സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദി എർത്ത്. നമ്മൾ സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം. ഒരുപാട് നക്ഷത്രം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സണ്ണൊരു നക്ഷത്രമാണ്. അപ്പോൾ ഭൂമിനോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് നമ്മുടെ സണ്ണ്. ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഇൻ ദ യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സിൽ, പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. മെനി സ്റ്റാർസ് ഹാവ് പ്ലാനറ്റ്സ് ആൻഡ് ദെയർ സാറ്റലൈറ്റ്സ്. പല നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ. പല സ്റ്റാർസിനും എന്തുണ്ട്? പ്ലാനറ്റ്സും സാറ്റലൈറ്റും, ഗ്രഹങ്ങളും അതിൻ്റെ ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഹൗ ടു ഡിഫറൻഷിയേറ്റ് ദ സ്റ്റാർസ് ആൻഡ് അതർ സെലസ്റ്റിയൽ ബോഡീസ്. നമ്മൾ നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയൊക്കെ എങ്ങനെ നമുക്ക് വേർതിരിക്കാൻ പറ്റും? അപ്പോൾ അതിന് ആൻസർ എന്ത് കൊടുക്കുക? സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് സെലസ്റ്റിയൽ ബോഡീസ്. സ്റ്റാർസ് എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നവയാണ്. ബട്ട് പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ്സ് ആർ നോട്ട് സെൽഫ് ലൂമിനസ്. നമ്മുടെ പ്ലാനറ്റും സാറ്റലൈറ്റും ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളൊന്നും സ്വയം പ്രകാശിക്കില്ല. perceive them a luminous because of the reflection of light. Stars twinkling, planets shine without twinkling. അതായത് നമ്മൾ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ കാരണം, പ്രതിഫലനം കാരണം അവ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നുണ്ട്, ഗ്രഹങ്ങൾ മിന്നി മറയാതെ പ്രകാശിക്കുന്നു. അതായത് സ്റ്റാർസ് എന്താണ്? നിങ്ങൾ കാണുന്ന ഇങ്ങനെ കണ്ണ് ചിമ്മുന്ന പോലെ ട്വിങ്ക്ലിംഗ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ LKGയിലൊക്കെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന്. അതായത് നമ്മുടെ സ്റ്റാർസ് എന്ത് ചെയ്യാണ്? ട്വിങ്കിൾ ചെയ്യാണ് കേട്ടോ, പ്രകാശിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സ്റ്റാർസ് മാത്രമുള്ളൂ സ്വയം പ്രകാശിക്കുന്നത്, പ്ലാനറ്റും സാറ്റലൈറ്റും ഒന്നും സ്വയം പ്രകാശിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സോളാർ സിസ്റ്റം. ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ് 4th. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സൺ, ദ പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ, സാറ്റലൈറ്റ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഈ സെൻറ്ററിൽ നമ്മുടെ സണ്ണാണുള്ളത്. സണ്ണിന് ചുറ്റും 8 പ്ലാനറ്റുകളാണ്: മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ സണ്ണിന് ചുറ്റും ഓരോ വളയങ്ങൾ, ആ വളയങ്ങൾ ഓർബിറ്റ് എന്ന് വിളിക്കും. ആ വളയങ്ങളിലൂടെ ഈ 8 പ്ലാനറ്റുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞാൽ സൺ ആൻഡ് ഇറ്റ്സ് ഫാമിലി, സൂര്യനും സൂര്യൻ്റെ ഫാമിലി, ഈ 8 പ്ലാനറ്റുകളാണ് പറയുന്നത് കേട്ടോ. പണ്ടൊക്കെ അതിൽ പ്ലൂട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് ഡ്വാർഫ്, അതായത് കുള്ളൻ ഗ്രഹമായിട്ട് അതിനെ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഓക്കെ, മൂൺ റിവോൾവ് അറൗണ്ട് ദി എർത്ത് ആൻഡ് ദ അതർ പ്ലാനറ്റ്സ് ഓഫ് ദ സോളാർ സിസ്റ്റം റിവോൾവ് അറൗണ്ട് ദ സൺ. ദ പാത്ത് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ് ഈസ് കോൾഡ് ഓർബിറ്റ്. അതായത് മിസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മൂൺ റിവോൾവ് അറൗണ്ട് ദി എർത്ത്, നമ്മളെ ചന്ദ്രന് ഭൂമിനെ ചുറ്റിയാണ്. എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം റിവോൾവ് അറൗണ്ട് ദ സൺ. ഭൂമിയും ബാക്കിയുള്ള ഈ 8 പ്ലാനറ്റുകളും നമ്മുടെ സണ്ണിനെ ചുറ്റിയാണ് ചെയ്യുന്നത്. ദ പാത്ത് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ് ഈസ് കോൾഡ് ഓർബിറ്റ്. ഇവർ സഞ്ചരിക്കുന്ന ഈ ഒരു പാതനെ നമ്മൾ ഓർബിറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അത്രയാണ് അവിടെ പഠിക്കാനുള്ളത് കേട്ടോ.